നമസ്തേ. ആദ്യം പാതിരയുടെ 5 രോദനങ്ങൾ പറയാം. 1. ടൺ കണക്കിന് സ്വർണമല്ലേ അമ്പലങ്ങളിലുള്ളത്? ക്രൈസ്തവ സഭകൾ പണം പൂഴ്ത്തി വയ്ക്കുകയല്ല. 2. വിദേശ പണം വാങ്ങുന്ന ക്രൈസ്തവ എൻജിഒമാർ എന്ത് രാജ്യദ്രോഹമാണ് ചെയ്തത്? 3. വിദേശ പണം വാങ്ങിയിട്ട് ക്രിസ്ത്യൻ സഭകൾ സേവനം ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ലേ? 4. ക്രൈസ്തവ സഭകൾ വിദേശ പണം വാങ്ങി ഇന്ത്യയിൽ നടത്തുന്ന സേവനങ്ങൾ നടത്തരുത് എന്ന ഹിന്ദുത്വ ഐഡിയോളജിയുടെ നിർബന്ധിത അടിച്ചേൽപ്പിക്കലാണ്. 5. മനുഷ്യത്വപരമല്ലാത്ത സമീപനമാണ്. ഇനി പറഞ്ഞു തരാം ഉത്തരങ്ങൾ. 1. ടൺ കണക്കിന് സ്വർണമല്ലേ അമ്പലങ്ങളിലുള്ളത്? ക്രൈസ്തവ സഭകൾ പണം പൂഴ്ത്തി വെക്കുകയല്ല എന്ന്. ഇന്ത്യയിലെ അമ്പലങ്ങളിലുള്ളത് എങ്ങു നിന്നും കട്ടും മോഷ്ടിച്ചും യുദ്ധത്തിൽ കൊള്ളയടിച്ചും കൊണ്ടുവന്നതല്ല. അത് ഇവിടുത്തെ വിശ്വാസികളുടെ തന്നെ പണമാണ്. അത് കൊള്ളയടിക്കാനാണ് ഇസ്ലാമിക് അധിനിവേശക്കാരും വാസ്കോഡഗാമ മുതൽ ബ്രിട്ടീഷുകാർ വരെ ഇന്ത്യയിലെത്തിയത്. അതിൽ കുറെയെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഇവിടത്തെ ക്ഷേത്രങ്ങൾ സേവനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത്? ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന ആശുപത്രികളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നടത്തുന്നുണ്ട്. രാമകൃഷ്ണ മിഷൻ, അമൃത ഹോസ്പിറ്റൽ, സത്യസായി ബാബ ഹോസ്പിറ്റൽ പോലെ എത്രയോ വലിയ ആശുപത്രികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിദ്യാഭാരതി ഗ്രൂപ്പ്, ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഒക്കെയാണ്. അല്ലാതെ ക്രിസ്ത്യൻ സഭകൾക്കാണ് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെയും കുത്തകാവകാശം എന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊന്നും ക്രിസ്ത്യൻ സഭകളില്ലെങ്കിൽ ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ സേവനങ്ങൾ നിന്നുപോകുമെന്ന പ്രചരണമൊക്കെ വെറും പൊള്ളയാണ് എന്ന് മനസ്സിലായില്ലേ? കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ മുഴുവൻ ആസ്തി എത്രയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? ഇനി 2. വിദേശ പണം വാങ്ങുന്ന ക്രൈസ്തവ എൻജിഒമാർ എന്ത് രാജ്യദ്രോഹമാണ് ചെയ്തതെന്ന്. സൗമ്യനും ശാന്ത സ്വഭാവക്കാരനും ഒക്കെയായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ പൊട്ടിത്തെറിച്ച 2 അവസരങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഒന്നായിരുന്നു കൂടംകുളം ആണവ പദ്ധതിക്കെതിരെ നടന്ന സമരത്തിന് പിന്നിലുള്ള വിദേശ ബന്ധത്തെക്കുറിച്ച് സമരം നടന്ന 2012 അദ്ദേഹം നടത്തിയ പ്രസ്താവന. അതിൽ 4 എൻജിഒകൾക്കെതിരെ അന്ന് കേസെടുത്തു. ക്രിസ്ത്യൻ സഭകളായിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് പരസ്യമായ രഹസ്യമായിരുന്നു. പള്ളികളിൽ ഉൾപ്പെടെ സമരക്കാർ തമ്പടിച്ചു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമം ഉപയോഗിച്ച് വലിയ തോതിൽ വിദേശ പണം സ്വീകരിച്ചു. ചാരിറ്റിക്ക് എന്ന് പറഞ്ഞെത്തിയ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. സമാനമായ മറ്റൊരു സമരമായിരുന്നു 2018 തൂത്തുക്കുടിയിൽ നടന്ന ആന്റി സ്റ്റെർലൈറ്റ് സമരം. അത് പോലീസ് വെടിവെപ്പിൽ കലാശിച്ചു. അതിനും നേതൃത്വം നൽകിയത് സഭകളായിരുന്നു. രാജ്യത്തെ കോപ്പർ നിർമ്മാണ മേഖല തന്നെ അവർ തകർത്തു കളഞ്ഞു. കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സഭകൾ സമരം ചെയ്തത് ഓർക്കുന്നില്ലേ? ഇതിനെല്ലാം പിന്നിലുണ്ടായിരുന്നത് വിദേശ പണം വാങ്ങിയ ക്രിസ്ത്യൻ സംഘടനകളായിരുന്നു. മൻമോഹൻ സിംഗ് കോൺഗ്രസ് നേതാവായിരുന്നത് കൊണ്ട് ഇരവാദം ഇറക്കിയില്ല എന്ന് മാത്രം. വിദേശ പണം വാങ്ങി രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ക്രിസ്ത്യൻ എൻജിഒകൾ ചെയ്യുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഇനി 3. വിദേശ പണം വാങ്ങിയിട്ട് ക്രിസ്ത്യൻ സഭകൾ സേവനം ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ലേ എന്ന്. സേവനം എന്ന വാക്ക് ഉപയോഗിക്കരുത്. കച്ചവടം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സേവനം അല്ല, കച്ചവടം നിർത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? വിദേശ പണത്തിന്റെ കണക്കുകൾ സുതാര്യമായിരിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ? വിദേശ പണത്തിന്റെ കണക്കറിയാൻ രാജ്യത്തിന് അവകാശമില്ലേ? അത് ഇവിടുത്തെ വിശ്വാസികളുടെ കൂടെ ആവശ്യമാണ്. ഇനി 4. ക്രൈസ്തവ സഭകൾ വിദേശ പണം വാങ്ങി ഇന്ത്യയിൽ നടത്തുന്ന സേവനങ്ങൾ നടത്തരുത് എന്ന ഹിന്ദുത്വ ഐഡിയോളജിയുടെ നിർബന്ധിത അടിച്ചേൽപ്പിക്കലാണ് എന്ന്. ഹിന്ദുക്കൾ ഉള്ളിടത്തല്ലാതെ വേറെ ഏത് മതവിഭാഗം ഉള്ളിടത്താണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? കേരളത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വണ്ടി കയറിയാൽ ആ വണ്ടി ചെന്ന് നിൽക്കുക ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. അവിടെ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ. ഹൈദരാബാദിലും കാശ്മീരിലും ലക്നൌവിലും അലിഗഡിലും എന്തിനേറെ പറയുന്നു നമ്മുടെ മലപ്പുറത്ത് പോലും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. മലപ്പുറമാകുമ്പോൾ ട്രെയിനിന്റെ വിൻഡോ താഴ്ത്തി കിടന്നുറങ്ങും. ഇരവാദമാണെങ്കിലും ഇമാതിരി വർത്തമാനം ശുദ്ധ നന്ദികേടാണ്. ഇനി 5. മനുഷ്യത്വപരമല്ലാത്ത സമീപനമാണെന്ന്. മനുഷ്യത്വം പറയാൻ ഏറ്റവും അർഹരായവർ നിങ്ങൾ പുരോഹിത വർഗം തന്നെയാണ്. നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വിദേശ പണം വേണം, കച്ചവടം നടത്താനും വിദേശ പണം വേണം. അതേസമയം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ കൃത്യമായി കാശ് എണ്ണി മേടിച്ച് തന്നെയാണ്. എത്ര പാവപ്പെട്ടവർക്ക് സൗജന്യമായി നിങ്ങൾ ചികിത്സ നൽകുന്നു? സഭകൾ നടത്തുന്ന കോളേജുകളിലും സ്കൂളുകളിലും ജോലി ലഭിക്കാൻ എത്രയോ ലക്ഷങ്ങളാണ് നിങ്ങൾ എണ്ണി വാങ്ങുന്നത്.
സഭാവിശ്വാസികളായ നഴ്സുമാർ സഭ നടത്തുന്ന ആശുപത്രികൾക്ക് മുന്നിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് മാസങ്ങളായി സമരം ചെയ്യുന്നു. അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളാണ് മനുഷ്യത്വം പ്രസംഗിക്കുന്നത്. മത തീവ്രവാദികൾ ജോസഫ് മാഷിനോടും കുടുംബത്തോടും ചെയ്ത ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയാണ് സഭ ആ കുടുംബത്തോട് ചെയ്തത്. റോബിൻ എന്ന വൈദികൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ ദിവ്യഗർഭം ഏറ്റെടുക്കാൻ ആ പെൺകുട്ടിയുടെ പിതാവിനെ സഭ നിർബന്ധിച്ച ക്രൂരതയൊക്കെ ആരും മറന്നിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളാണോ മനുഷ്യത്വം പറയുന്നത്? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ കൃത്യമായി മറുപടി ഉണ്ടാകും. അപ്പോൾ പിന്നെ സൈബർ ആക്രമണം, ഭീഷണി, ന്യൂനപക്ഷ പീഡനം എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. നിങ്ങളോട് സേവനം നിർത്താനോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ ഒന്നുമല്ല പറഞ്ഞത്. കിട്ടുന്ന വിദേശ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ കാണിക്കണം, ഇല്ലെങ്കിൽ നിയമപ്രകാരം ഇടപെടും എന്നേ പറഞ്ഞുള്ളൂ. ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണെന്നിരിക്കെ ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രം എന്തിനാണ് ഇത്ര ആവലാതി? രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതരാണ് നിങ്ങൾ എന്നതൊക്കെ വെറും തോന്നലാണ്. നിങ്ങളില്ലെങ്കിൽ ഇന്ത്യക്കാർ സേവനങ്ങൾ കിട്ടാതെ നേരെ നരകത്തിലേക്ക് പോകുമെന്നും കരുതണ്ട. നിങ്ങൾക്ക് FCRA നിയമം വന്നപ്പോൾ കേന്ദ്രവുമായി മാന്യമായി ചർച്ചകൾ നടത്താമായിരുന്നു. അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ പോയി. ആദ്യം വെല്ലുവിളി, ഭീഷണി, പുച്ഛം, വോട്ട് ബാങ്ക്, ബ്ലാക്ക്മെയിൽ, ഇപ്പോൾ ഇരവാദം. വിദേശ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ രാജ്യത്തിന് മാത്രമല്ല വിശ്വാസികൾക്കും അറിയണം. അത് ചോദിക്കുമ്പോൾ ഇരവാദം ഇറക്കിയതുകൊണ്ടോ ശാപവാക്കുകൾ ചുരിഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. എന്തു പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഹിന്ദുവിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അതേ നാണയത്തിൽ തിരിച്ചിനി ഹിന്ദു പ്രതികരിക്കുമെന്ന് ഓർത്താൽ നന്ന്. ഏത് പാതിരായിക്കും പാതിരി പറഞ്ഞാലും ഏത് പതിര് പറഞ്ഞാലും.